ജീവിതത്തിലെ പ്രതിസന്ധികളിൽപ്പെട്ട് നിങ്ങൾ തളർന്നിരിക്കുകയാണോ? മനസ്സമാധാനമെന്നത് വെറുമൊരു സ്വപ്നമായി മാറുന്നുണ്ട്. എങ്കിലിതിനൊരു ലളിതമായ പരിഹാരമുണ്ട്. വൃന്ദാവനത്തിലെ പ്രിയപ്പെട്ട സന്യാസി ശ്രീ ഹിത് പ്രേമാനന്ദ്ജി മഹാരാജ് പറയുന്നത്, രാധേ രാധേ എന്ന 2 വാക്കുകളിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തിയും അടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഈ നാമജപം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നതിനെക്കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കൃഷ്ണനു മുൻപേ നാം രാധയുടെ പേര് ചൊല്ലുന്നത്? രാധ എന്നത് കേവലം ഒരു നാമമല്ല, അത് അനന്തമായ പ്രേമമാണ്. ഭഗവാൻ കൃഷ്ണൻ പോലും രാധാനാമം കേൾക്കുമ്പോൾ ആനന്ദഭരിതനാകുന്നു. രാധാനാമം ജപിക്കുന്നതിലൂടെ നിങ്ങൾ ഭഗവാൻ കൃഷ്ണന്റെ ഹൃദയത്തിലേക്കുള്ള എളുപ്പവഴിയാണ് കണ്ടെത്തുന്നത്. രാധയും കൃഷ്ണനും ഒന്നാണ്, ഒരേ ആത്മാവിന്റെ 2 ഭാവങ്ങൾ. നമ്മുടെ മനസ്സൊരു കുരങ്ങനെ പോലെയാണ്, അതെപ്പോഴും ഇങ്ങോട്ടും അങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കും. രാധേ എന്ന മന്ത്രത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മുടെ തലച്ചോറിലെ ചിന്താക്കുഴപ്പങ്ങളെ ശാന്തമാക്കുന്നു. ഇത് കേവലം ഭക്തിയല്ല, ഒരുതരം ധ്യാനമാണ്. ഹൃദയഭാഗത്തുള്ള അനാഹത ചക്രവുമായി ഈ നാമം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങളിൽ ദയയും സ്നേഹവും നിറയ്ക്കും. ദേഷ്യം, അസൂയ, ഭയം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? രാധേ രാധേ ജപം നിങ്ങൾക്ക് ചുറ്റുമൊരു പോസിറ്റീവ് ഊർജ്ജ വലയം തീർക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന് പ്രത്യേക സമയമോ സ്ഥലമോ ഇല്ല എന്നതാണ്. നിങ്ങൾ പാചകം ചെയ്യുകയാണോ? രാധേ രാധേ എന്ന് ജപിക്കൂ. ആ ഭക്ഷണം പ്രസാദമായി മാറും. നിങ്ങൾ യാത്ര ചെയ്യുകയാണോ? വെറുതെ ഇരിക്കാതെ ഈ നാമം ഉരുവിടൂ. നമ്മുടെ മനസ്സെപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്തിനാണ് അതിനെ വെറുതെ വിടുന്നത്? അതിനെ രാധാനാമം കൊണ്ട് നിറയ്ക്കൂ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. നാം അറിയാതെ ചെയ്ത തെറ്റുകളും നമ്മുടെ കർമ്മഫലങ്ങളും ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ആത്മാർത്ഥമായ രാധാനാമജപത്തിന് ഏറ്റവും കഠിനമായ കർമ്മങ്ങളെപ്പോലും ഇല്ലാതാക്കാൻ കഴിവുണ്ടെന്നാണ്. കഠിനമായ വ്രതങ്ങളോ പണമോ ഇതിനാവശ്യമില്ല. ആവശ്യം ഹൃദയത്തിൽ നിന്നുള്ള ഒരു വിളി മാത്രമാണ്. ഇന്ന് തന്നെ നിങ്ങൾക്കിത് തുടങ്ങാം. സാധിക്കുമെങ്കിൽ ഒരു തുളസിമാല ഉപയോഗിച്ച് ദിവസവും 108 തവണ ജപിക്കുക. യാത്രകളിലോ ജോലിസ്ഥലത്തോ ഡിജിറ്റൽ കൗണ്ടർ ഉപയോഗിക്കാം. ശബ്ദമില്ലാതെ മനസ്സിനുള്ളിൽ മാത്രം ജപിക്കുന്നത് അതിശക്തമായ ഫലം നൽകും. ഓർക്കുക, നിങ്ങളുടെ സ്വരം പുറത്തേക്ക് കേൾക്കുന്നതിനേക്കാൾ പ്രധാനം അത് നിങ്ങളുടെ അന്തരാത്മാവ് കേൾക്കുന്നുണ്ടോ എന്നതാണ്. ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാകാം, പക്ഷേ രാധേ രാധേ എന്ന മന്ത്രം കൂടെയുണ്ടപ്പോൾ നിങ്ങൾ തനിച്ചല്ല. ഇത് കേവലം വാക്കുകളല്ല, ഇതൊരു സ്നേഹത്തിന്റെ വിളിയാണ്. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാലുടനെ ഒരു നിമിഷം കണ്ണടച്ച് ആ ദിവ്യനാമം ഒന്ന് ജപിച്ചു നോക്കൂ. ആ ശാന്തി നിങ്ങൾ അനുഭവിക്കും. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. കമന്റ് ബോക്സിൽ നമുക്ക് ഒന്നിച്ചു ജപിക്കാം. രാധേ രാധേ.